പുകയത്തു വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു. സങ്കീർത്തനം 119:83. വെള്ളം, പാൽ, വീഞ്ഞ്, ഔഷധങ്ങൾ തുടങ്ങിയ പാനീയ രൂപത്തിലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാനും യാത്രകളിൽ കൊണ്ടു നടക്കുവാനും തുകൽ തുരുത്തികൾ ഉപയോഗിച്ചു വരുന്നു. മൃഗങ്ങളുടെ തുകൽ വെയിലത്ത് വെച്ച് ഉണക്കിയോ പുകയത്ത് വെച്ച് ഉണക്കിയോ ഇത് സഞ്ചി രൂപത്തിൽ തയ്ച്ചെടുത്താണ് ഈ തുരുത്തി ഉണ്ടാക്കുന്നത്. ഒരു തുകൽ തുരുത്തിയായി രൂപപ്പെടുന്നതുവരെ അത് കടന്നു പോകുന്ന പ്രോസസ്സ് എത്ര കഠിനമാണ്. ഭക്തൻ പറയുന്നു, എൻ്റെ ജീവിതം പുകയത്തിരിക്കുന്ന ഒരു തുരുത്തി പോലെ ആണ്. നീറി നീറി പുകയേറ്റ് ഉണങ്ങി വരണ്ടുകൊണ്ടിരിക്കുന്നു. ആ തുരുത്തി അനുഭവിക്കുന്ന വേദന ആര് മനസ്സിലാക്കുന്നു? ഒരുപക്ഷെ ഇതുപോലെയാണ് നമ്മളിൽ പലരുടെയും ജീവിതം. പുറമേ കുഴപ്പമില്ല, എന്നാൽ അകമോ പുകയത്തിരിക്കുന്ന തുരുത്തിയേക്കാൾ കഷ്ടമാണ്. ആരോട് പറയാൻ? ഇങ്ങനെ ഉരുകി ഉരുകി ജീവിക്കുന്നവർ. എന്നാൽ തൻ്റെ ജീവിത അനുഭവങ്ങളെ ഇങ്ങനെ ഉപമിക്കുമ്പോഴും പ്രതീക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും സന്ദേശമാണ് ഭക്തൻ അടുത്ത വാക്യത്തിലൂടെ നൽകുന്നത്. അതിപ്രകാരമാണ്: നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. ഏതു പ്രതിസന്ധികളിലും നമുക്ക് കരുത്തു പകരുന്ന ഔഷധമാണ് ദൈവത്തിൻ്റെ വചനം. അത് നമുക്ക് ഓരോ നിമിഷവും ജീവിക്കുവാൻ ശക്തി നൽകുന്നതാണ്.